ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറയുകയാണ്, ഇശ്മാ ശിഅത ഫഇന്നക മയ്യിതുൻ യാ റസൂലല്ലാഹ്. ഇശ്മാ ശിഅത ഫഇന്നക മയ്യിതുൻ. എങ്ങനെ വേണോ ജീവിച്ചോ, പക്ഷെ മരിക്കേണ്ടി വരും. എങ്ങനെ വേണോ ജീവിച്ചോ, മരിക്കേണ്ടി വരും. ഏത് കോലത്തിൽ വേണമെങ്കിലും ജീവിക്കാം, പക്ഷേ നിങ്ങളും മരിക്കേണ്ടവരാണ്. രണ്ടാമത് പറഞ്ഞു, വഅമലുമാ ശിഅത ഫഇന്നക മുജ്സാ ബിഹി. നല്ലത് വേണമെങ്കിൽ ചെയ്തോ, തിന്മ വേണമെങ്കിൽ ചെയ്തോ, ആരും നിന്നോട് ചോദിക്കാനില്ല. നിനക്ക് സുഹൃതം ചെയ്യണോ, നിനക്ക് ദുഷ്കർമ്മം ചെയ്യണോ, എന്ത് വേണോ ചെയ്യാ, പക്ഷേ ഫഇന്നക മുജ്സാ ബിഹി. നാളെ പരലോകത്ത് പ്രതിഫലം നൽകപ്പെടും, ശിക്ഷ നൽകപ്പെടും. അത് ഏതെന്ന് നോക്കിയിട്ടാ അല്ലാഹു ചെയ്യുന്നത്. മൂന്നാമത് കൊടുത്ത ഉപദേശം ഏതാണ്? വാഹിബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖുഹു. ആരെ വേണമെങ്കിലും നിനക്ക് പ്രണയിക്കാം, ആരെ വേണമെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടാം, ആരെ വേണമെങ്കിലും നിന്റെ മസ്തിഷ്കത്തിൽ നിനക്ക് സൂക്ഷിക്കാം, പക്ഷേ ഫഇന്നക മുഫാരിഖുഹു, അവനെ വിട്ടുപിരിയേണ്ടി വരും. അമ്പും വില്ലും എത്ര സുദൃഢമാണെങ്കിലും അമ്പിന് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ വില്ലിനോട് വിട പറഞ്ഞേ മതിയാവോ. എത്ര വലിയ സ്നേഹിതന്മാരാണെങ്കിലും ഒരു ദിവസം വിട്ടുപിരിയണം. ആരെ വേണോ ഇഷ്ടപ്പെട്ടോ, വിശദീകരിക്കേണ്ട വിഷയമാണ്. നാലാമത് പറയുകയാണ്, വഅലം അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുൽ ലൈലി. ഒരു സത്യവിശ്വാസിയുടെ അന്തസ്, ഒരു സത്യവിശ്വാസിയുടെ മാന്യത എന്ന് പറയുന്നത് അവന് ധരിക്കുന്ന ടിപ് ടോപ്പായ സ്റ്റിഫാൻ ഷൈനായ വസ്ത്രത്തിലല്ല, പളപള മിന്നുന്ന അവന്റെ വെണ്മയുള്ള വസ്ത്രത്തിലല്ല, അവന്റെ ശീതീകരിച്ച വാഹനത്തിലല്ല, അവന്റെ ബഹുനില കെട്ടിടത്തിലല്ല. ഒരു മനുഷ്യന്റെ ശറഫ്, അവന്റെ മാന്യത ഏതെന്നറിയോ? ഖിയാമുൽ ലൈലി. എല്ലാരും കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് പാതിരാ നമസ്കാരം നിർവഹിക്കലാണ്. അഞ്ചാമത് പറഞ്ഞ കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷയം. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇമാം തുബ്റാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാ, വഇസ്സത്തുൽ മുഅ്മിനി. ഒരു സത്യവിശ്വാസിയുടെ അന്തസ്, ഒരു സത്യവിശ്വാസിയുടെ ആഭിജാത്യം, അവന്റെ പ്രൗഢി, അവന്റെ ഏറ്റവും നല്ല അഭിമാനം ഏതെന്നറിയോ? ഇസ്തിഗ്നാഉഹു അനിന്നാസ്. ജനങ്ങളിൽ നിന്ന് സമ്പന്നനാകലാണ്. ജനങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ടെന്ന് പറയല. സഹോദരങ്ങളെ, എപ്പോഴും നീട്ടുന്ന കൈ വാങ്ങുന്ന കൈ താഴെയാണ്, കൊടുക്കുന്ന കൈ മുകളിലാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കൈ ഏതാകണം? നമ്മൾ എപ്പോഴും താഴെയാകണോ, മുകളിലാകണോ? വാങ്ങുന്ന കൈ എപ്പോഴും താഴെയാണ്, കൊടുക്കുന്ന കൈ എപ്പോഴും മുകളിലാണ്. യദുൽ ഉലിയാ ഖൈറും മിൻ യദി സുഫ്ലാ. അല്ലാഹ് പറഞ്ഞു, യദുൽ ഉലിയാ ഖൈറും മിൻ യദി സുഫ്ലാ. താഴത്തെ കൈയേക്കാൾ ഖൈർ മുകളിലത്തെ കൈയാണ്. താഴത്തെ കൈയേക്കാൾ ഖൈർ മുകളിലത്തെ കൈയാണ്. ആരും കൊടുക്കുന്നവര് ഇങ്ങനെ കൊടുക്കൂല, അല്ലേ? വാങ്ങുന്നവൻ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നവൻ ഇങ്ങനെ ചെയ്യില്ല. ചോദിക്കുന്ന ഒരുത്തനും ഇങ്ങനെ ചോദിക്കൂല, കൊടുക്കുന്നവൻ ഇങ്ങനെ കൊടുക്കാൻ. പിന്നെ എങ്ങനെ സംഭവിക്കുക? എപ്പോഴും ചോദിക്കുന്നവൻ ഇങ്ങനെ, കൊടുക്കുന്നവൻ ഇങ്ങനെ. യദുൽ ഉലിയ, മുകളിലത്തെ കൈ, ഖൈറും മിൻ യദി സുഫ്ല, താഴത്തെ കൈയേക്കാൾ ഖൈറാണ്. നമ്മൾ എപ്പോഴും മുകളിലാകാൻ ശ്രമിക്കണം, അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കണം, ഇങ്ങോട്ട് വാങ്ങുന്നവനാകരുത്. നമ്മൾ ജനങ്ങളുടെ കയ്യിരിക്കുന്ന ഒന്നും നമുക്ക് വേണ്ട, എനിക്ക് തരാൻ എന്റെ പടച്ചവനുണ്ട്. ആ ഒരു ചിന്ത എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക, യുഹിബ്ബുക്കന്നാസ്, ഡീസന്റ് മുക്കിലെ ഒരാൾ പോലും നിന്നെ സ്നേഹിക്കാതിരിക്കൂല. ഡീസന്റ് മുക്കിലെ ഒരാൾ പോലും നിന്നെ ഇഷ്ടപ്പെടാതിരിക്കില്ല. എപ്പോഴാണോ ആരാന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശ്, ആരാന്റെ കീശയിലെ കാശ്, ആരാന്റെ സ്ഥാപനത്തിന്റെ ഏറ്റവും നല്ല വിലപിടിപ്പുള്ള വസ്തുക്കൾ, അപ്പുറത്തെ വീട്ടുകാരന്റെ വിലപിടിപ്പുള്ള സാധനം നിനക്ക് വേണമെന്ന മോഹം എപ്പോഴുണ്ടാവോ, അവന്റെ മുമ്പിൽ നീ വട്ടപൂജ്യമാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എപ്പോഴും കൊടുക്കുന്ന കൈയായിട്ട് മാറണം, എപ്പോഴും അങ്ങോട്ട് കൊടുക്കണം. ഈ ബന്ധം ഡീസന്റ് മുക്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബഹുസ്വര നാടാണ്. ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, മുസ്ലിം ഉണ്ട്, പലരും ഉണ്ട്, അല്ലേ? കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, അല്ലേ? ലീഗ് ഉണ്ട്, എല്ലാ പാർട്ടിയും എല്ലാം ഉണ്ട്. സംഘടന AP ഉണ്ടാവും, EK ഉണ്ടാവും, ഇല്ലേ?
EK സമസ്തയുണ്ട്, AP സമസ്തയുണ്ട്, ദക്ഷിണയുണ്ട്, എല്ലാം ഉള്ള ഒരു നാടാണ്. ആള് കുറവാണെങ്കിൽ പോലും, ഈ നാടിന്റെ ജനങ്ങൾ കുറവാണെങ്കിൽ പോലും ഉള്ളവരൊക്കെ വ്യത്യസ്തമായ പാർട്ടിയും സംഘടനയും അതുപോലെ തന്നെ മതവും ഒക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളുകളല്ലേ. ഈ നാട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥമാകണമെങ്കിൽ ഈ നാട്ടിലെ എല്ലാ മുസ്ലിങ്ങളും കേട്ടോളി, എല്ലാ ഹിന്ദുക്കളും കേട്ടോളി, എല്ലാ ക്രിസ്ത്യാനികളും കേട്ടോളി, എല്ലാ സംഘടനക്കാരും കേട്ടോളി, എല്ലാ രാഷ്ട്രീയക്കാരും കേട്ടോളി. 4 കാര്യമുണ്ടെങ്കിൽ ഡീസന്റ് മുക്കിൽ നമ്മൾ രക്ഷപ്പെടും. 4 കാര്യങ്ങൾ വേണം. ഈ നാട് രക്ഷപ്പെടണമെങ്കിൽ 4 കാര്യങ്ങൾ വേണം. ഏതാണെന്നറിയോ? അക്കമിട്ട് എണ്ണി മനസ്സിന്റെ കോണിൽ കോറിയിട്ടോ. ലിസലാമതി ദുനിയാ ഹിസാലുൻ അർബഊ ഗഫറുൽ ലിജഹലിൽ ഖൗമി മനഉക തജ്ഹലാ വതകൂന മിൻ സയ്യിബിൽ ഉനാസി ആയിസാ വലിസയ്യിബി നഫ്സിക ലിൽ ഉനാസി ബാദിലാ. ഈ നാട് നന്നാകണോ പ്രിയപ്പെട്ടവരെ? തട്ടമിട്ട ഉമ്മയുടെ മോനും പൊട്ടുതൊട്ട അമ്മയുടെ മകനും കുരിശുമാലയണിഞ്ഞ മാതാവിന്റെ മകനും എല്ലാ രാഷ്ട്രീയ വൈവിധ്യ വൈജാത്യ സംഘടനാ പ്രവർത്തകരുമെല്ലാം ചിന്തിക്കേണ്ട കാര്യമാണ്. 4 കാര്യങ്ങളാണ് ഒരു നാടിന്റെ ഐശ്വര്യം, ഒരു നാടിന്റെ വിജയം. ലിസലാമത്തി ദുനിയാ ഹിസാലുൻ അർബഊ. ഈ കണ്ണനല്ലൂർ ഡീസന്റ് മുക്കിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത്, ഈ നാടിന്റെ സന്തോഷം എന്ന് പറയുന്നത് 4 കാര്യങ്ങളിലാണ്. അതിൽ ഒന്നാമത്തേത് ഗഫറുൽ ലിജഹലിൽ ഖൗമി മനഉക തജ്ഹലാ. ഒന്ന് ഗഫറുൽ ലിജഹലിൽ ഖൗമി, ഏതെങ്കിലും വിവരം കെട്ടവൻ എന്തെങ്കിലും ചെയ്താൽ പുറത്തു കൊടുത്തേക്കണം. വിവരം കെട്ട ഏവനെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഓട്ടെ, അവന് വിവരമില്ല. ചില ആളുകൾ പറയും വായിട്ട് വള്ളി വരപൂജയില്ല. എന്താ വായിട്ട് വള്ളി വരപൂജ? എന്താ അർത്ഥം? വാ ഇട്ടിട്ട് വള്ളി, അപ്പൊ വി ആയില്ലേ, വര പൂജ്യം എന്ന് പറഞ്ഞ വിവരം. അതൊരു കോഡ് ഭാഷയാണ്. സയഖൂലു സുഫഹാ, സയഖൂലു സുഫഹാ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ ദർസിലൊക്കെ പഠിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ വിവരക്കേട് വിളിച്ചു പറയുമ്പോൾ ഉസ്താദന്മാര് പറയും സയഖൂലുവിന്റെ ഫായില്, അല്ലേ ഉസ്താദെ? അപ്പൊ അത് പഠിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. സയഖൂലുവിന്റെ ഫായിലാടാ നീ എന്ന് പറയും. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വിഡ്ഢിയ എന്നാ പറയുന്ന അർത്ഥം. അപ്പൊ മനസ്സിലാകാൻ വേണ്ടിയിട്ട് മനസ്സിലാകാനും പാടില്ല, എന്നാ മനസ്സിലാക്കുകയും വേണം. അതുകൊണ്ടാ പറഞ്ഞ വായിട്ട് വള്ളി വരപൂജയില്ല എന്ന് പറഞ്ഞാൽ വിവരമില്ല. ഏതെങ്കിലും വിവരകെട്ടവന്മാർ എന്തെങ്കിലും ചെയ്താൽ നമ്മളങ്ങ് പുറത്തു കൊടുത്തേക്കണം. അതാണ് ഒരു നാടിന്റെ ഏറ്റവും നല്ല സുരക്ഷിതത്വം, ഒരു നാടിന്റെ ഏറ്റവും നല്ല മനോഹരമായ നിലനിൽപ്പിന് ആധാരം അതാണ്. അങ്ങോട്ടങ്ങോട്ട് മാപ്പ് കൊടുത്തേക്കണം. എന്തെല്ലാം വിവരക്കേട് ഏതെല്ലാം നാടുകളിൽ നടക്കുന്നു, ആരെല്ലാം വിട്ടുകൊടുക്കുന്നു, ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ? ഒരു കൈ ഇങ്ങനെ അടിച്ചെന്ന് ശബ്ദം ഉണ്ടാവൂല. അടുത്ത കൈ കൊണ്ട് തടുക്കുമ്പോഴോ അടുത്ത കൈ കൊണ്ട് അങ്ങോട്ട് തിരിച്ചടിക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുക. ഒരു കൈയിട്ട് എപ്പറ ആര് കറക്കിയാലും ശബ്ദം ഉണ്ടാവൂല. അതുകൊണ്ട് ഏതെങ്കിലും വിവരം കെട്ടവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ പോട്ടെ, അവന് വിവരം ഇല്ലാത്തത് കൊണ്ടല്ലേ, ആ ഒരു നിലപാടെടുക്കുക. രണ്ടാമത്തേതോ രണ്ടാമത്തേത് മനഉക തജ്ഹല, നിന്റെ വിവരക്കേട് അങ്ങോട്ട് കാണിക്കാൻ പോകരുത്. ഒന്ന്, വിവരം കെട്ടവൻ ചെയ്യുമ്പോ നീ മാപ്പ് കൊടുക്കണം. 2, നിന്റെ വിവരക്കേട് പാസ് ചെയ്യരുത്. ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടതാണ്. ഇനി മൂന്നാമത്തേതെന്നറിയോ? വതകൂന മിൻ സൈബിൽ ഉനാസി ആയിസാ വലിസൈബി നഫ്സിക ലിൽ ഉനാസി ബാദിലാ. മൂന്നാമത്തേത് വതകൂന മിൻ സൈബിൽ ഉനാസി ആയിസാ, ജനങ്ങളുടെ കയ്യിരിക്കുന്നതിൽ നീ ഒരിക്കലും ആവശ്യക്കാരനാകരുത്. ജനങ്ങളുടെ കയ്യിരിക്കുന്ന ഒന്നും നിനക്ക് വേണ്ട. യൂസുഫ് അലി വലിയ സമ്പന്നനായത് നീ ഇപ്പുറത്ത് നിന്റെ വീട്ടിലിരുന്ന് അസൂയയോടെ നോക്കുന്നത് എന്തിനാടാ? രവിപ്പിള്ള കോടീശ്വരനായത് ഇപ്പുറത്തിരുന്ന് നീ എന്തിനാണ് നോക്കുന്നത്? അദാനി കള്ളനാണെങ്കിലും അവൻ സമ്പന്നനായതിന്റെ പേരിൽ ഇപ്പുറത്തിരുന്ന് നീ എന്തിനാണ് കൊതിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടത്തെ മഹാന്മാരായ അല്ലാഹുവിന്റെ സൂഫിയാക്കളായ ഔലിയാക്കൾ, ഖജാതങ്ങളെ പോലുള്ളവര് ഒരാളും ആരുടെയും പോക്കറ്റിരിക്കുന്നത് കൊതിക്കുന്നവരല്ല.
ഇത് മൂന്നാണെങ്കിൽ നാലാമത്തേത് കേട്ടോ, നിന്റെ പോക്കറ്റ് ഇരിക്കുന്നത് അങ്ങോട്ട് കൊടുക്കണം. അതാണ് പറഞ്ഞത് താഴ്ന്ന കയ്യേക്കാൾ ഉയർന്ന കൈയാണ് ശ്രേഷ്ഠമായത്. നമുക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് വേണോ? എത്ര സംഭവങ്ങളാ, എത്ര സംഭവങ്ങളാ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടോ? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ഒരവസരത്തിൽ പറയാൻ, സുബ്ഹാനല്ലാഹ്, ഈ കഥകൾ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ രോമാഞ്ചത്തോടു കൂടിയിട്ടല്ലാതെ പറയാൻ കഴിയില്ല. ഹൃദയത്തിന്റെ ആ സ്പന്ദനം തൊട്ടറിഞ്ഞ് വികാരത്തോടു കൂടിയിട്ടല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ സഹാബാക്കളുടെ ഇടയിൽ അറിയപ്പെടുന്നത് മുസ്തജാബുദ് ദഅവ എന്നാണ്, ദുആക്ക് ഇജാബത്തുള്ള ആളെന്നാണ്. അതിന് വേറെ കാരണമുണ്ട്, അത് പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ അല്പം വൈകും. ജീവിതത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കൈ വലിക്കും മുമ്പ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന് കാഴ്ചയില്ല. സഹാബാക്കൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് അള്ളാഹുവിനോട് ചോദിക്കാത്തത്? ഒരു നിമിഷം അങ്ങോട്ട് ചോദിച്ചാൽ മതിയല്ലോ. അള്ളാഹുവേ, ദൈവമേ, പടച്ചവനെ, ഈശ്വര, ഞങ്ങൾക്ക് നീ കാഴ്ചതാ, എനിക്ക് കാഴ്ചതാ എന്ന് ചോദിച്ചാൽ മതിയല്ലോ. എന്താ നിങ്ങൾ ചോദിക്കാത്തത്? അദ്ദേഹം പറയാണ്, എന്റെ ഇഷ്ടം കാഴ്ച ഉണ്ടാവലാണ്, എന്നാൽ എന്റെ റബ്ബിന്റെ ഇഷ്ടം കാഴ്ച ഇല്ലാതിരിക്കലാണ്. അതുകൊണ്ടാണല്ലോ അവൻ തിരിച്ചെടുത്തത്. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തെക്കാൾ എന്റെ റബ്ബിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണ്ടേ? അവന് സൗകര്യം ഉണ്ടെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. ആ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സർവശക്തനായ അല്ലാഹുവിൽ നിന്ന് പോലും അങ്ങോട്ടൊന്നും ചോദിച്ചു വാങ്ങാത്ത സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഒന്നും തനിക്ക് വേണ്ട എന്ന മൈൻഡുള്ള മനസ്സുള്ള സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു ഒരവസരത്തിൽ പറയുകയാണ്, ലവദിത്തു അന്ന ബൈനി വ ബൈനൻ നാസി ബാബൻ മിൻ ഹദീദ്. എന്റെ ആഗ്രഹം ജനങ്ങളുടെയും എന്റെയും ഇടയിൽ ഒരു ഇരുമ്പിനാലുള്ള ഒരു വലിയ വാതിലുണ്ടാകുന്നതിനെയാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇരുമ്പിന്റെ ഒരു ഡോറിന്റെയും ഇടയിൽ. അതൊരു സാങ്കേതിക പദമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളോടും ഒന്നും ചോദിക്കേണ്ടി വരരുത്, എനിക്ക് ജനങ്ങളോട് ഒന്നും ചോദിക്കേണ്ടി വരരുത്. ആ ഒരു അവസ്ഥയിൽ ജനങ്ങളുടെയും എന്റെയും ഇടയിൽ ഒരു വലിയ പടുകൂറ്റൻ ഇരുമ്പിനാലുള്ള ഉരുക്കിനാലുള്ള ഒരു കോട്ട നിർമ്മിക്കപ്പെട്ട് ഒരു തിരശീല വെച്ച് ഒരു മതിൽ കെട്ടി അടച്ച് ജനങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധവും ചോദിക്കേണ്ട ഒരു അവസ്ഥ വരാത്ത നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ അദ്ദേഹം പറയാൻ കാരണം എന്തെന്നറിയോ? അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഇമാം മുസ്ലിം റഹിമഹുല്ല തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻസാരികളായ കുറെ സഹാബാക്കൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് എന്തെങ്കിലും തരണമെന്ന് ആവശ്യപ്പെട്ടു. പാവങ്ങളായിരുന്നു, ഒന്നുമില്ല. നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നബി എന്തെങ്കിലും തരണം. ആരോടായി ചോദിക്കുന്നത്? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പാടുപെടുന്ന സാഹചര്യങ്ങൾ പ്രവാചകന്റെ ഭവനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ, പ്രവാചകരുടെ വീട്ടിൽ അടുപ്പിന് തീ പുകയാപ്പ 3 മാസക്കാലം ചന്ദ്രന്റെ പിറ, ആ ചന്ദ്രന്റെ ഉദയം, ആ പിറ ദൃശ്യമാകുന്ന ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പിറ ദൃശ്യമാകുമ്പോൾ 90 ദിവസക്കാലം 3 മാസക്കാലം അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ വെള്ളവും ഈത്തപ്പഴവും അല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് രേഖപ്പെടുത്തപ്പെടുന്ന രീതിയിൽ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ പ്രതീകമായിരുന്ന ഹബീബായ പ്രവാചകന്റെ മുമ്പിൽ അൻസാരികളായ സഹാബാക്കൾ വന്നിട്ട് കൈനീട്ടി എന്തെങ്കിലും തരണമെന്ന്. കാരണം സ്വതക്കയുടെ ഹദിയ കിട്ടുന്ന ഏതാനും ചില വസ്തുക്കൾ റസൂലുള്ളാഹിന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അത് അല്ലാഹുവിന്റെ റസൂൽ അൻസാരികൾക്ക് കൊടുത്തു. വീണ്ടും വന്നു അവർ ചോദിക്കാൻ, അവർക്ക് വീണ്ടും കൊടുത്തു. മൂന്നാമതും വന്ന് ചോദിക്കാൻ, അവർക്ക് മൂന്നാമതും കൊടുത്തു. റസൂലുള്ളാഹിന്റെ കൈവശം തീർന്നു. നാലാമത് വന്നപ്പോൾ കൊടുക്കാൻ റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒന്നുമില്ല. ആ സമയത്ത് ഹബീബായ പ്രവാചകനെ പറഞ്ഞ വാക്കെന്തെന്നറിയോ? മയ്യസ്തഗ്നി യുഗ്നിഹില്ലാ. ആരാണോ മനസ്സിനെ സമ്പന്നമാക്കുന്നത്, ഒരാളോട് ചോദിക്കില്ല എന്ന തീരുമാനം ആരാണോ എടുക്കുന്നത്, യുഗ്നിഹില്ലാ, അല്ലാഹു
അള്ളാഹു അവനെ കോടീശ്വരനാക്കുന്നതാ. എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാലൻസ് വരുമെന്നല്ല, ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറയുന്നത് ഗിനൻ നഫ്സാണ്, മനസ്സിന്റെ സമ്പന്നതയാ. അതിന് ഏതാനും ചില ഉദാഹരണങ്ങൾ പറയാം. ഒരിക്കൽ മഹാനായ ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ഒരു ഹജ്ജിന്റെ നാളില് പരിശുദ്ധമായ ഹറമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സമ്പന്നതയാണ് ഏറ്റവും വലിയ സമ്പന്നത. അല്ലാതെ ഈ ഡീസലിന്റെ മുക്കിൽ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ നാട്ടിലെ കേറി കിടക്കാടമില്ലാത്ത നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ സാമ്പത്തികമില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനായിരിക്കും ഏറ്റവും വലിയ സമ്പന്നൻ. കാരണം എന്താ? അവന് വേണ്ട. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന്റെ നാളിൽ എല്ലാ ആളുകളെയും വിളിച്ചു നിർത്തിയിട്ട് ഉപദേശം കൊടുക്കാൻ പരിശുദ്ധമായ ഹറമില്. ആ സമയത്താണ് ഈ നിൽക്കുന്ന പാവപ്പെട്ട ആളുകളുടെ കോലം കണ്ടപ്പോ ഒരു ധർമ്മിഷ്ഠൻ, ഒരു സമ്പന്നൻ വന്നിട്ട് ഒരു 500 ദിർഹം, അദ്ദേഹത്തിന്റെ 500 ദീനാറ് ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ പറഞ്ഞു. കാരണം നിൽക്കുന്നവരുടെ വേഷഭൂഷാദികൾ കണ്ടപ്പോ മനസ്സിലായി ഇവരൊക്കെ പാവങ്ങളാണ്. അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ നമ്മൾ വിലയിരുത്തുക. മദ്രസ പഠിക്കാൻ പോകുന്ന, ദർസിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളാരാണ്? ഒന്നും ഇല്ലാത്ത വീട്ടിൽ നിന്നുള്ളവരാ പഠിക്കാൻ പോകുന്നത്. ആ ഒരു ധാരണയാണ് സകല ആളുകൾക്കുള്ളത്. പഠിക്കാൻ പോകുന്ന മുത്താലിമീങ്ങളെ കണ്ടാൽ ചിന്തിക്കും, ഒന്നുകിൽ അവന് കുരുത്തക്കേട് കാണിച്ചു കൊണ്ടാക്കിയത്, ഇല്ലെങ്കിൽ അവന്റെ വീട്ടിൽ കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് കൊണ്ടാക്കിയത്. ഈ ഒരു ധാരണ പണ്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, അത് എപ്പോഴും ഉണ്ടാവും. അത് തിരുത്തപ്പെടാൻ ഒരിക്കലും ന്യായമില്ല. കാരണം ആരുടെയും മനസ്സിൽ നിന്നത് പോകില്ല. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ചില ധാരണകൾ. അള്ളാഹു നമ്മുടെ ധാരണകളെ ശരിയായ ധാരണയാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ 500 ദീനാർ എടുത്തിട്ട് ഇങ്ങനെ കയ്യിലേക്ക് കൊടുക്കുക. ചിന്തിക്കണം. എന്നിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്നവർക്കൊക്കെ ഒന്ന് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? ഓരോ ദീനാറോ ചിലർക്ക് കൊടുത്തിട്ട് ബാക്കി പോക്കറ്റ് വയ്ക്കും. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി എന്താണെന്നറിയോ? ആ സമ്പന്നനോട് ചോദിച്ചു, സഹോദരാ, ഈ 500 ദീനാറ് ഞാൻ വാങ്ങിയില്ലെങ്കിൽ നിങ്ങളത് എന്താ ചെയ്യുക? നിങ്ങൾക്കതിൽ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സമ്പത്ത് പെരുപ്പിക്കണമെന്ന് നിങ്ങൾക്ക് കൊതിയുണ്ടോ? നിങ്ങളുടെ സമ്പത്ത് ഇതിനേക്കാൾ വർദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് മോഹമുണ്ടോ, ആവശ്യമുണ്ടോ? ആ സമ്പന്നന്റെ മറുപടി എന്തെന്നറിയോ? എന്റെ കയ്യിരിക്കുന്ന സമ്പത്ത് എപ്പോഴും പെരുകാനാ ഞാൻ കൊതിക്കുന്നത്, ഈ സമ്പത്ത് പെരുപ്പിക്കാനാ ഞാൻ കൊതിക്കുന്നത്. അതുകൊണ്ട് ആഗ്രഹമുണ്ട്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല ആ സമയത്ത് എന്താ പറഞ്ഞതെന്നറിയോ? ഇദ്ഹബ് ഖുദ്ഹാ ഇന്നക അഹ്വജു മിന്നാ. എന്നാ ഈ 500 ദീനാർ നിങ്ങൾക്ക് തരാ, ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം ഈ പൈസ നിങ്ങൾക്ക് കിട്ടിയാൽ ആ പണം കൊണ്ട് നിങ്ങളുടെ ഉള്ള സമ്പത്ത് വലുതാക്കാൻ നിങ്ങൾക്ക് മോഹമുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ അതിലേക്ക് ആവശ്യക്കാരനാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ 500 ദീനാർ വേണമെന്നില്ല. അപ്പൊ ഞങ്ങൾ ഗനിയും നിങ്ങൾ ഫക്കീറുമാണ്. അതുകൊണ്ട് പൈസ നിങ്ങൾ തന്നെ വെച്ചോ. ഈ ഒരു മനസ്സാർക്കുള്ളത്. കിട്ടുന്ന ആ സമ്പത്ത് വീണ്ടും പെരുപ്പിക്കാൻ അയാൾക്ക് മോഹമുണ്ടെങ്കിൽ ആ സമ്പത്ത്, പ്രിയപ്പെട്ടവരെ, അയാൾക്ക് തന്നെയല്ലേ ആവശ്യമുള്ളത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അഗ്നിയാക്കളാകണം, സമ്പന്നന്മാരാകണം. ഇത് പറയുമ്പോൾ നിങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാമ്പത്തികമായി ഏതെങ്കിലും നിലയിൽ അവശത അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ എന്തു വേണം? അതിന് ഖുർആൻ അതിന് മരുന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരുടെ കയ്യിരിക്കുന്നതൊന്നും നമ്മൾ വാങ്ങണ്ട. ആ ഒരു സമ്പന്നത നമ്മുടെ മനസ്സിലൊന്ന് വരുത്തിക്കൂടെ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇറാഖിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹു ഇറാഖിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ആ സമയത്ത് ആരാണ് അനുഗമിക്കുന്നതെന്നറിയോ? ആ യാത്രയുടെ പിന്നാലെ പോകുന്നത് ആരെന്നറിയോ? ഗവർണറായ അബൂ നുഐം ഇബ്നു സഖഫി റളിയല്ലാഹു തആല അൻഹു. അബൂ നുഐം ഇബ്നു സഖഫി റളിയല്ലാഹു തആല അൻഹു അലിയാർ തങ്ങളോടൊപ്പം ഇറാഖിലേക്കുള്ള യാത്രയിൽ കൂടെ കൂടുമ്പോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അലി തങ്ങളുടെ സഞ്ചി എടുത്ത് തുറന്നിട്ട് ഭക്ഷണം
കഴിക്കാൻ ഒരുങ്ങുമ്പോ മഹാനായ അബൂ നുഐം ബിൻ സഖഫി റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ താലിബ് തങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്കൊന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് അലി റളിയല്ലാഹു അൻഹു പാത്രം തുറന്നു വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പൊതി തുറന്നു വെച്ചിട്ട് ആ ഭക്ഷണം ഏതാണെന്ന് നോക്കുമ്പോൾ അബൂ നുഐം സഖഫി തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് സഹോദരങ്ങളെ കഴിക്കാൻ പോഷകാഹാരമല്ല, വിഭവസമൃദ്ധമായ ഭക്ഷണമായിരുന്നില്ല, മലർപ്പൊടിയാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പാത്രത്തിലുള്ളത്, പൊതിയിലുള്ളത്. മലർപ്പൊടി എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ആളുകൾ ധാരാളമായി കഴിച്ചിരുന്ന ഒരു തരം ഒരു പൊടിയാണ്. അത് വിശപ്പ് മാറും, അത് വിശപ്പ് മാറ്റും, പക്ഷെ പോഷകാഹാരമല്ല. തവിട് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ അതിന് പറയാം. പൊടിയുണ്ടല്ലോ, പൊടി, തവിട്, ഗോതമ്പിന്റെയും അരിയുടെ ഒക്കെ പൊടി, അതാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പൊതിയിലുള്ളത്. ഇറാഖിലേക്കുള്ള യാത്രയാണ്. ആരാ? അബൂ നുഐം ബിൻ സഖഫി റളിയല്ലാഹു തആല അൻഹു ഗവർണറാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഗവർണറാണ്. ആ അലി റളിയല്ലാഹു അൻഹുവിനോട് ചെന്നിട്ട് മഹാനായ അബൂ നുഐം സഖഫി തങ്ങൾ ചോദിച്ചു, അല്ല, ഇറാഖിലെ പാവപ്പെട്ട ജനങ്ങൾ പോലും നല്ല ആഹാരം കഴിക്കുമ്പോ അലി തങ്ങളെ നിങ്ങൾ എന്തിനാണ് ഈ മലർപ്പൊടി കൊണ്ടുവന്ന് കഴിക്കുന്നത്? ആ സമയത്ത് അലി തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? എന്താ മറുപടി പറഞ്ഞത്? എനിക്ക് യാത്രയിലുടനീളം വിശക്കും, ആ സമയത്തൊക്കെ കഴിക്കാൻ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ എന്റെ കയ്യിൽ സമ്പത്തില്ല. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വകയൊക്കെ എന്റെ വീട്ടിലുണ്ട്. ആ ഭക്ഷണത്തിന് ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കൊണ്ടുവന്നാൽ ബാക്കി സമയങ്ങളിൽ ആളുകളുടെ മുമ്പിൽ കൈനീട്ടണ്ടേ? ആളുകളുടെ മുമ്പിൽ ചെന്നിട്ട് ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടണ്ടേ? അതുകൊണ്ട് ഞാൻ എന്റെ യാത്രയിലുടനീളം കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് മലർപ്പൊടി. അതാണ് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെങ്കിൽ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കുക. വിശുദ്ധ ഖുർആൻ ഹജ്ജിന് പോകുന്നവരെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ ഹജ്ജിന് പോകുന്നവർ അവരാണല്ലോ ദീർഘയാത്രയുള്ളവർ. പ്രതിഫലാർഹമായ യാത്രയിൽ ഏറ്റവും ദീർഘമായ യാത്ര ചെയ്യുന്നത് ഹജ്ജിനാണല്ലോ. ആ ഹജ്ജിന് പോകുന്ന സമയത്ത് പ്രിയമുള്ളവരെ, ചില ആളുകൾ ഹജ്ജിന് പോകുന്ന സമയത്ത് ഭാര്യമാര് ഭക്ഷണം റെഡിയാക്കി കൊടുക്കുമായിരുന്നു. ആ സമയത്ത് എവര് പറയും, എന്തിനാ ഭക്ഷണം? ഞങ്ങൾ തിന്നാനൊന്നും അല്ലല്ലോ പോകുന്നത്, ഞങ്ങൾ ഹജ്ജിന് പോണല്ലേ, ഇബാദത്തിന് പോണല്ലേ. നിങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഹജ്ജിന് പോകുന്ന ആളുകൾ വീട്ടിൽ നിന്ന് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചിറങ്ങുമ്പോ ഭാര്യമാര് ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോ ചില ഭർത്താക്കന്മാര് പറയുമായിരുന്നു, എന്തിനാ ഭക്ഷണം? ഞങ്ങൾ പോകുന്ന തിന്നാൻ വേണ്ടിയിട്ടല്ല, ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാ പോകുന്നത്. ഇവിടെ ഉംറയ്ക്കൊക്കെ പോകുന്ന ചില ആളുകൾ ഭയങ്കര വീമ്പ് പറയുന്ന കേൾക്കാം. അൽഹംദുലില്ലാ, എല്ലാം സഹിക്കണം, പൊറുക്കണം, തിന്നാനല്ലല്ലോ പോകുന്നത്. അവിടെ ചെന്ന് കഠിനമായ ചൂടടിച്ച് ഒരു ഉംറ ചെയ്ത് തവാഫ് സയ്യൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ എടുത്ത് തഹല്ലുലായിട്ട് റൂമിൽ വരുമ്പോ ആനയെ കിട്ടിയാലും കീറി തിന്നും. ആ ഒരു വിശപ്പാണ്. ഹജ്ജ് എന്ന് പറഞ്ഞ ത്യാഗമാണല്ലോ. ഒരു സ്ഥലത്ത് ചെന്നിരുന്ന തസ്ബീഹ് കൊണ്ട് ദ്വാരക്കാണ് നല്ല ഹജ്ജ് എന്ന് പറയുന്നത്, ഉംറ എന്ന് പറയുന്നത് ത്യാഗമാണ്. ആ ത്യാഗം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വിഭാഗം ആളുകൾ ഭാര്യമാര് വെച്ച് വിളമ്പി പൊതികെട്ടിയിട്ട് ഭക്ഷണം കൊടുത്തപ്പോ, ഇല്ല, ഞങ്ങൾ കഴിക്കാനല്ല പോകുന്നത്, ഞങ്ങൾ പോകുന്നത് ഇബാദത്തിനാണെന്ന് പറഞ്ഞപ്പോ ഭാര്യമാര് പറഞ്ഞു, അൽഹംദുലില്ലാ, ഇത്രയും നല്ല ഭർത്താക്കന്മാരെ കിട്ടിയതിന് എത്ര സ്തുതിച്ചാ മതിയാവും. അവര് യാത്ര ആരംഭിച്ചു. അമലുകളൊക്കെ കഴിഞ്ഞപ്പോ വിശപ്പ് കയറി, വയറ് കായാൻ തുടങ്ങി. ഈ മനുഷ്യന്മാരെന്താ ചെയ്തതെന്നറിയോ? പള്ളിവാതിൽക്കൽ, ഹറമിന്റെ പള്ളിവാതിൽക്കൽ ചെന്നിട്ട് ആളുകളെടുത്ത് കൈ നീട്ടാൻ തുടങ്ങി. വല്ലതും തരണേ, വല്ലതും തരണേ, വിശക്കുക. ആ സമയത്തതാ ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് വിശുദ്ധമായ ഖുർആനിന്റെ സന്ദേശമതാ നസലല്ലമീന മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവരികയാ. കാരുണ്യത്തിന്റെ പ്രവാചകൻ ഓതി കൊടുക്കുന്നു, നബിയെ പറയുക, വതസവദൂ, ഹജ്ജിന് പോകുന്നവരോട് പറയണം, യാത്ര ചെയ്യുന്ന യാത്രികരോട് പറയണം, വതസവദൂ, നിങ്ങൾ പാഥേയം റെഡിയാക്കുക, കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങൾ കൊണ്ടുപോവുക, നിങ്ങൾക്ക് ആവശ്യമായത് നിങ്ങൾ തയ്യാറാക്കി പോവുക. ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല പാഥേയം, ഏറ്റവും നല്ല ഒരുക്കുമുതൽ ഏതെന്നറിയോ? അത് സൂക്ഷ്മതയാണ്, തഖ്വയാണ്. എന്തിനാണ്?
പള്ളിത്തിണ്ണയിലെ കൈ നീട്ടിയ ജനങ്ങളോട് അല്ലാഹു തആല എന്തെങ്കിലും കൊണ്ടുപോകണം, നിങ്ങളെ ഹജ്ജിന് പോകുമ്പോ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠവും അനിവാര്യവും അഭികാമ്യവുമായത് കരണീയമായത് തഖ്വയാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥമറിയോ? ആളുകളുടെ മുമ്പിൽ കൈ നീട്ടുന്നത് തഖ്വയ്ക്ക് വിരുദ്ധമാണ്. ഏത് ആളുകൾ നീട്ടുന്നത്? ഇല്ലാത്തവർ നീട്ടുന്നതല്ല, ഉള്ളവൻ നീട്ടുന്നത് തഖ്വയ്ക്ക് വിരുദ്ധമാണ്. നാളെ മുഖത്ത് മാംസമില്ലാത്തവനായി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ജനങ്ങളുടെ കയ്യിരിക്കുന്ന നമുക്ക് വേണ്ട. അലി റളിയല്ലാഹു അൻഹുവിന് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണമേ ഫാത്തിമ കൊടുക്കാനുള്ളൂ, കാരണം വീട് പട്ടിണിയാണ്. പക്ഷെ ആ സമയത്ത് കഴിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരുമല്ലോ എന്ന ആശങ്കയുണ്ടായപ്പോ വെറും തവിട് പൊടി, മലർപ്പൊടി അത് കൊണ്ടുപോയിട്ട് യാത്രയിലുടനീളം കഴിക്കുന്ന ഒരു ഭരണാധികാരി നമ്മൾ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആ നിലയിൽ അലി റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല ഒരു മാതൃക കാണിച്ചു കൊടുത്തത് എന്തിന്റെ പേരിലാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരൊറ്റ വാക്കാണ്. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുൻ ഖാനിഅൻ തകുൻ അഷ്കറൻ നാസ്. എനിക്ക് ഉള്ളത് മതി, അൽഹംദുലില്ലാഹ്. എന്നാൽ അഷ്കറന്നാസ്, ഏറ്റവും നല്ല ഷാക്കിറായിട്ട് മാറാൻ കഴിയും. ഖാജ തങ്ങൾ ഷാക്കിറായിരുന്നു, റിഫായി തങ്ങൾ ഷാക്കിറായിരുന്നു, ജീലാനി തങ്ങൾ ഷാക്കിറായിരുന്നു, ബദവി തങ്ങൾ ഷാക്കിറായിരുന്നു, ദസൂഖി തങ്ങൾ ഷാക്കിറായിരുന്നു, ഷാദുലി തങ്ങൾ ഷാക്കിറായിരുന്നു. എന്തുകൊണ്ടാണ് അവർ ഷാക്കിരീങ്ങളായത്? കുൻ ഖാനിഅ, എനിക്കുള്ളത് മതി അൽഹംദുലില്ലാഹ്, എനിക്കുള്ളത് മതി അൽഹംദുലില്ലാഹ്. പക്ഷേ എത്ര കിട്ടിയാലും മതി വരാത്ത ആളുകൾ അൽഹംദുലില്ലാഹ് പറയില്ല. കാരണം എന്താ? ഇനിയും കിട്ടണം, ഇനിയും കിട്ടണം, ഇനിയും കിട്ടണം. വെപ്രാളമാണ്. ഖാനി എന്ന് പറഞ്ഞാൽ ഉള്ളത് മതി, എനിക്ക് ഇത്രയേ ഉള്ളൂ, അൽഹംദുലില്ലാഹ്. ആ ഒരു മനസ്സുള്ളവൻ എപ്പോഴും പ്രിയപ്പെട്ടവരെ ഷാക്കിറാകുന്നതാ. അവിടെ നിന്നാണ് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു മലർപ്പൊടിയുമായിട്ട് ഇറാഖിലേക്ക് യാത്ര ചെയ്യുന്നതെങ്കിൽ സഹോദരാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ പറ്റി മഹാനായ ത്യാഗിവര്യൻ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം അദ്ദേഹത്തിന് ഒരാൾ പണം കൊടുക്കാൻ വേണ്ടി വന്നു. ദുനിയാവ് വേണ്ടെന്ന് പറയുന്നവർക്ക് ദുനിയാവ് പിന്നാലെ വരും. അതങ്ങനെയാണ്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ 7 അയൽപക്കത്തെത്തില്ല നമ്മുടെ ബഹുമാനായ യൂസുഫ് അലി സാഹിബും രവിപിള്ളയും അതുപോലെ തന്നെ സർഗല കോടീശ്വരന്മാരും ഖാജാ തങ്ങൾ ജീലാനി തങ്ങളുടെ 7 അയൽപക്കത്തെത്തൂല. എന്താ കരുതി? അദ്ദേഹം സമ്പന്നനല്ലേ? അദ്ദേഹത്തിന്റെ എത്ര കപ്പലുകളാ കടലിലൂടെ സാധനങ്ങളുമായിട്ട് ദൈനംദിനം നൈരന്തര്യം യാത്ര ചെയ്യുന്നത്? കോടീശ്വരനാണ്. പക്ഷെ അദ്ദേഹം ഔലിയാക്കളുടെ നേതാവായി മാറി. എന്തുകൊണ്ടാണ്? സമ്പത്തും സമ്പന്നതയും ഒക്കെ കടന്നു വരുമ്പോഴും ആ സമ്പത്ത് അദ്ദേഹത്തിന് ഒരു പ്രശ്നമേ അല്ല. തകർന്നാലും പ്രശ്നമില്ല, ഉണ്ടായാലും പ്രശ്നമില്ല. ആ ഒരു നിലയിലെത്തിയത് കൊണ്ടല്ലേ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ദുന്നൂനുൽ മിസ്രി തങ്ങൾ പറയാ, ഉവൈസുൽ ഖർനിക്ക് ആരോ കുറച്ച് പണം കൊണ്ട് കൊടുത്തു. നമ്മുടെയൊക്കെ നാട്ടിലൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയുമ്പോ എല്ലാം പറയും. സംഘടനയായാലും രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ആരാണെങ്കിലും ചില മഹല്ലുകളാണെങ്കിലും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണക്ക് വെക്കാൻ പറയുമ്പോഴാണ് അടിയുണ്ടാവുക. കണക്ക് വെക്കാൻ പറയുമ്പോഴാണ് അടിയുണ്ടാവുക. ഈ കണക്ക് പറയൽ, ഇത്ര രൂപ ചെലവായി, ഇത്ര രൂപ ചെലവായി എന്ന് പറഞ്ഞ് കണക്ക് അവതരിപ്പിക്കുമ്പോഴാണ് ഒരാളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഉവൈസുൽ ഖർനി തങ്ങളുടെ കയ്യിൽ ഒരാൾ കുറച്ച് പണം കൊണ്ട് കൊടുത്തു. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, ഇത് പറയുന്ന ദുന്നൂനുൽ മിസ്രിയാണ് റളിയല്ലാഹു അൻഹു. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ആ പണം അയാളുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് പറയാണ്, എന്റെ കയ്യിൽ ഒരു നാണയമുണ്ടല്ലോ, പിന്നെന്തിനാ എനിക്ക് നിങ്ങൾ പണം തരുന്നത്? എന്റെ കയ്യിൽ ഒരു നാണയമുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ വന്ന ആള് ചോദിക്കുകയാണ്, ഒരു നാണയം കൊണ്ട് ഉവൈസേ എത്ര നാളാ നീ ജീവിക്കുക? ഒരു നാണയം കൊണ്ട് നിനക്ക് എത്ര നാളാ ജീവിക്കാൻ കഴിയുക? ഉവൈസുൽ ഖർനി തങ്ങളെ തിരിച്ചു ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഏ സഹോദരാ, ഈ ഒരു നാണയം തീരുന്നത് വരെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഈ ഒരു നാണയം തീരുന്നത് വരെ എനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് നിങ്ങൾക്ക് തരാൻ പറ്റുമോ?
ഇല്ല. പിന്നെന്തിനാ നിങ്ങൾ വെപ്രാളപ്പെടുന്നത്? ഒരു രസകരമായ കാര്യം പറയട്ടെ. സ്ത്രീകള് വരെയാണ്, സ്ത്രീകൾ കുറച്ചുപേര് ഇരിപ്പുണ്ട്. അവരെടുത്ത് ചോദിക്കണം, ജസ്റ്റ് വെറുതെ, നാളെ രാവിലത്തെ കാപ്പി, ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, പ്രഭാത ഭക്ഷണം എന്താണ് എന്നൊന്ന് ചോദിച്ചു നോക്കി. ഒരു 60% സ്ത്രീകളും പറയും മാവ് ആട്ടി വെച്ചിട്ടാ വന്നത്, അല്ലെ, ഒറട്ടിക്ക് മാവ് കുഴച്ചു വെച്ചിട്ടാ വന്നത്, ഫ്രിഡ്ജിൽ ഇരുന്ന ഇറച്ചിയെടുത്ത് വെളിയിൽ വെച്ചിട്ടാ വന്നത്, കടലയും പയറും വെള്ളത്തിയിട്ടിട്ടാ വന്നത്, ഇതല്ലേ പറയുള്ളൂ നാളത്തെ രാവിലത്തെ കാര്യം. നമ്മൾ എപ്പോഴും നാളത്തെ ഭക്ഷണം, നാളത്തെ കാര്യം ചോദിച്ചോണ്ടിരിക്കും അള്ളാന്റെ അടുത്ത്. അള്ള പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ ആരെങ്കിലും നാളത്തെ സുബ ഇന്ന് നിസ്കരിച്ച് അള്ളാഹ്ക്ക് വേണോ? കൊണ്ടുപോടാ നിന്റെ സുബ, എനിക്ക് ഇപ്പോഴത്തത് മതി. ഖാലിഖായ പടച്ചവന് ഇപ്പോഴത്തത് മതി. നമ്മക്കോ നാളത്തതും വേണം, അടുത്ത മാസത്തെയും വേണം, അടുത്ത കൊല്ലത്തെയും വേണം. അതാ നമ്മുടെയൊക്കെ ജീവിതത്തിലും നാളെ 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 ലോട്ടറിക്കാരന്റെ തട്ടിൽ നിന്ന് കേൾക്കുന്നത് പോലെ നാളെ നാളെ നാളെ, അതാ നമുക്ക് വേണ്ടത്. അള്ള പറയുന്നു, ഞാൻ നിങ്ങളടുത്ത് നാളത്തത് ചോദിക്കുന്നില്ല, ഇന്നത്തത് തായോ, ഇന്നത്തെ നിസ്കാരം എനിക്ക് തായോ, എനിക്കത് മതി. നമ്മൾ തിരിച്ചു ചോദിക്കുന്നതാ, പടച്ചോനെ അതൊക്കെ ശരി, എനിക്ക് നാളെ രാവിലെ എന്താ തിന്നാൻ കിട്ടുക, നാളെ ഉച്ചയ്ക്ക് എന്താ തിന്നാൻ കിട്ടുക, നാളെ രാത്രി എന്താ ഭക്ഷണം എനിക്ക് കിട്ടുക. ഇതാണ് നമ്മുടെ മൈൻഡ്. ഇതാണല്ലോ ഉവൈസുൽ ഖർനി തങ്ങൾ പറയാണ്, ഈ ഒരു നാണയ തീരുന്നത് വരെ ജീവിച്ചിരിക്കുമെന്ന് പറയാ നിങ്ങൾക്ക് കഴിയുമോ സഹോദര? ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ എന്റെ കയ്യിരിക്കുന്ന ഒരു ദീനാർ, ഒരു നാണയത്തിന് നിങ്ങൾ വില കുറച്ച് കാണുന്നത്? ഷാഫി ഇമാമിന്റെ വാക്കെടുത്തു പറഞ്ഞ, ജീവിക്കുകയാണെങ്കിൽ എനിക്ക് ഭക്ഷണം എനിക്ക് മണ്ണുറപ്പാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ മതി. ജീവിക്കുന്നെങ്കിലും ഭക്ഷണോറപ്പ്, അന്നോറപ്പ്, മരിച്ച മണ്ണുറപ്പ്. എന്റെ ജീവിതം രാജകീയം, മനസ്സ് സ്വസ്ഥം. അതാണ് ഒരു പണ്ട് ഒരാപ്തവാക്യമുണ്ട്, എന്ന് പറയുന്ന ഒരു ആപ്തവാക്യമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മള് ജനങ്ങളുടെ കയ്യിരിക്കുന്നതിലേക്ക് നമ്മുടെ കണ്ണ് ഇങ്ങനെ അതിനെ താപി ആയാൽ, അതിനെ ഫോളോ ചെയ്താൽ നമ്മുടെ ദുഃഖം പടച്ചോനാണ് മാറൂല. നമ്മൾ ഇപ്പോഴും ഇവിടെ ഇരുന്നിട്ട് നോക്കുന്നത് ആരാ? അപ്പുറത്തെ 2 നില കെട്ടിടം നിർമ്മിച്ച് ചുറ്റുമതിൽ കെട്ടി, മുറ്റത്തൊക്കെ പുല്ല് പാകി, നല്ല നിലയിൽ ഒരു പാർക്ക് പോലെയൊക്കെ ആക്കി, വലിയ വണ്ടിയിൽ പോയി മാസാമാസം വിദേശത്തൊക്കെ പോയി വരുന്നവനെ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെള്ളം ഇറക്കുക, അവനെ നോക്കിയിട്ട് ഇങ്ങനെ നെടുവീർപ്പിടുക, ഒരു ദീർഘശ്വാസം വിടുക, അല്ലേ? നമ്മൾ ഓരോരുത്തരും നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? നമ്മൾ അങ്ങോട്ട് നോക്കുന്നത് എന്തിനാണ്? നമ്മൾ നോക്കേണ്ടത്, പടച്ചോനെ ഇപ്പൊ നീ 1 നില കെട്ടിടം തന്നു, ചുറ്റുമതിലൊന്നുമില്ല, മുറ്റത്ത് പുല്ല് പാകിയിട്ടില്ല, ഇന്റർലോക്ക് ഇല്ല, എനിക്ക് വിദേശ നിർമ്മിത വാഹനമൊന്നുമില്ല. അൽഹംദുലില്ലാഹ്, ആര് വിളിച്ചാലും പോകാൻ പറ്റുന്ന ഒരു 2 വീലർ ഉണ്ട്. പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ റെയിൽവേ പുറംപോക്കുകളിൽ സാരി വലിച്ചു കെട്ടിയിട്ട് ജീവിക്കുന്ന, മഴ പെയ്താലും വെയിലടിച്ചാലും സുരക്ഷിതത്വമില്ലാതെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് വലിച്ചെറിയുന്ന കുപ്പത്തൊട്ടിയിൽ നിന്നിട്ട് വറ്റുകൾ പറക്കിയിട്ട് മക്കളുടെ വായിലേക്ക് വെച്ചുകൊടുത്ത് ആളുകളുടെ മുമ്പിൽ യാചിച്ച് ഭക്ഷണം കഴിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട അധസ്ഥിത വിഭാഗത്തിനെ പോലെ നീ എന്നെ മാറ്റിയില്ലല്ലോ തമ്പുരാനെ, ഞാൻ എത്ര ഭാഗ്യവാനാ. അപ്പോഴും നമ്മൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് മതപരമായ വിഷയത്തിലോ നമ്മൾ നോക്കുന്ന ആരെന്നറിയോ? കീപ്പോട്ടുള്ള ആളുകളെയാ. നമ്മൾ ആകെ പോകുന്ന ജുമയ്ക്ക, പക്ഷെ നമ്മൾ നോക്കുന്നത് പെരുന്നാളിന് മാത്രം പള്ളി കയറുന്ന കാക്കായ. അവൻ കൊല്ലത്തിൽ 2 തവണ മാത്രമേ പള്ളി കയറുള്ളൂ. ഈ കാക്ക പോകുന്നതോ ആഴ്ച 1 തവണ മാത്രം. മതപരമായ വിഷയത്തിൽ നീ നോക്കേണ്ടത് ആരെയാണ്? 5 നേരം പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ നിസ്കാരത്തിന് പോകുന്നവനിലേക്ക് നോക്കണം, എന്നാ നിന്റെ അഹങ്കാരം കുറയും. നീ ഒന്നും അല്ലടാ നിനക്ക് മനസ്സിലാവൂ. സമ്പത്തിന്റെ വിഷയത്തില് മേപ്പോട്ടുള്ളവനിലേക്കല്ല നോക്കേണ്ടത്, കീപ്പോട്ടുള്ളവനിലേക്ക് നോക്കുക, എന്നാ നിന്റെ അഹങ്കാരം കുറയും, നിന്റെ അസൂയ മാറും, നിന്റെ മനസ്സിനകത്ത് വേദന മാറും, ദുഃഖം മാറും. ദുഃഖം ദീർഘമാകുന്നത് വല്ലവന്റെയും കിട്ടാരത്തിലേക്കും കെട്ടിടത്തിലേക്കും നോക്കുമ്പോഴാണ്. പണ്ടൊരു ഗുരുവിനോട് ഒരു ശിഷ്യൻ ചോദിച്ചൊരു രസകരമായ സംഭവം
സംഭവമുണ്ട്. അദ്ദേഹം ചോദിക്കാൻ, ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കാൻ, ഗുരുവോ ഇതൊരു പരീക്ഷാ ഹാളല്ലേ ദുനിയാവ്? അതെ. പരീക്ഷ നടത്തുന്ന ആള് ദൈവമല്ലേ? അതെ. എല്ലാവരും പരീക്ഷ എഴുതുന്നുണ്ടല്ലോ, ശരിയാണ്. എന്നാൽ ചിലര് ജയിക്കുന്നു, ചിലര് തോൽക്കുന്നു. അതെന്താ സംഭവിക്കുന്നത്? ഗുരുവിന്റെ മറുപടി ഒറ്റ മറുപടിയാണ്. ജൈനിക്ക് കിട്ടുന്ന ചോദ്യ പേപ്പർ അല്ല എനിക്ക് കിട്ടുന്നത്. എനിക്ക് കിട്ടിയ ചോദ്യ പേപ്പർ അല്ല ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സഹോദരന് കിട്ടുന്നത്. അതല്ല അപ്പുറത്തിരിക്കുന്ന ഉസ്താദിന് കിട്ടുന്നത്. എല്ലാം വ്യത്യസ്തമായ ചോദ്യ പേപ്പറാണ്. പക്ഷെ ഞാൻ എന്റെ ചോദ്യ പേപ്പർ മടക്കി വെച്ചിട്ട് ജൈനിയുടെ ചോദ്യ പേപ്പറിലേക്ക് നോക്കിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് എഴുതിയപ്പോൾ ഞാൻ പരാജയപ്പെട്ടു പോയി. എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പരീക്ഷാ ഹാളിൽ പോയി. അപ്പുറത്തിരിക്കുന്നവന്റെ പരീക്ഷ ഇംഗ്ലീഷ് പരീക്ഷ, ഇപ്പുറത്തിരിക്കുന്നവന്റെ പരീക്ഷ ഹിന്ദി പരീക്ഷ, നമ്മുടെ പരീക്ഷ മലയാള പരീക്ഷ. നമ്മൾ എന്ത് ചെയ്തു? അപ്പുറത്തിരിക്കുന്നവന്റെ എന്ന് കണ്ടെഴുതിയാണ്. ഇംഗ്ലീഷിലാണ് എഴുതി വെക്കുന്നത്. നമ്മുടെ ചോദ്യ പേപ്പറിൽ മാർക്ക് കിട്ടോ? കിട്ടൂല. അതാണ് ലോകത്ത് പലരും പരാജയപ്പെടുന്നത് എന്ന് ഗുരു ശിഷ്യനോട് പറഞ്ഞു കൊടുക്കാൻ. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തത വരുത്തി തരാം. എനിക്ക് 2 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട്. ഞാൻ 2 ലക്ഷം രൂപയ്ക്ക് ഒതുങ്ങുന്ന ഒരു വീട് വെക്കണം. സൈനിയുടെ കയ്യില് നല്ല പൈസയൊക്കെ ഉണ്ട്, 10 ലക്ഷം ഉണ്ട്. അദ്ദേഹം 10 ലക്ഷത്തിന്റെ വീട് വെക്കും. ഞാൻ ഈ 2 ലക്ഷം വെച്ചിട്ട് സൈനിയുടെ വീട് പോലെ എന്റെ വീട് വേണമെന്ന് നിൽക്കുമ്പോ 8 ലക്ഷം പണയം എടുക്കും. അല്ലെങ്കിൽ 8 ലക്ഷം രൂപ എന്ത് ചെയ്യും? ഈ ബാങ്കില് എന്താ പറയുന്ന ലോൺ എടുക്കും. അവസാനം ഞാൻ മുടിഞ്ഞോണ്ട് പോവും. ആണല്ലോ, എന്തോ ഒരു ബഹുമാനമാണ് ബാങ്കിൽ ചെല്ലുമ്പോ ലോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോ, സർ ഇരിക്കണം, അവിടെ ഒപ്പുവൈ, ഇവിടെ ഒപ്പുവൈ, അവിടെ ഒരു കുട്ടിട്, ഇവിടെ ഒരു വരയിട് എന്നൊക്കെ പറയും. കാരണം എന്താണ്? മാസം തോറും അടച്ചിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും മുതൽ അവിടെ കിടന്നിട്ട് പലിശയിലേക്ക് പോകുന്ന ഏറ്റവും വലിയ ഭീമാകാരമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് സമുദായത്തിന്റെ ആളുകൾ എത്തപ്പെട്ടിട്ട് കടക്കണി മൂലം വീടിന്റെ കോലായിൽ കയറ് കെട്ടിയിട്ട് കഴുത്തിലേക്കിട്ട് ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത്. 2 ലക്ഷം രൂപ നിനക്ക് തന്നപ്പോ ആ 2 ലക്ഷം രൂപയ്ക്ക് ആവശ്യമായ വീട് വെക്കാതെ അപ്പുറത്തെ 10 ലക്ഷക്കാരന്റെ വീട് നോക്കിയിട്ട് വീട് വെക്കാൻ തുടങ്ങിയപ്പോഴാ നിനക്ക് പരീക്ഷാ പേപ്പറിൽ വട്ടപൂജ്യമായി മാർക്ക് മാറിയത്. നിനക്ക് എന്തുകൊണ്ടാണ് പരാജയം സംഭവിച്ചത്? നീ ആരാന്റെ വീട്ടിലേക്ക് നോക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് അത് ചെയ്യരുത്. നമുക്കൊന്നും വേണ്ട, എന്റെ റബ്ബ് തന്നത് എനിക്ക് മതി. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ചോദിക്കൂ. ഒരാളുടെ ചെന്നിട്ട് ഞാൻ കൈ നീട്ടൂല. ആ ഒരു നിലയിലേക്ക് നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതി ഇതെത്തുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സമ്പന്നനാവുക. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ജനങ്ങളെല്ലാം നമ്മളെ ഇഷ്ടക്കാരായി മാറണമെങ്കിൽ ഇസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളത് വേണ്ടെന്ന് വെക്കുവോ. യുഹിബ്ബുകന്നാസ്, ജനങ്ങളെല്ലാം നിന്നെ ഇഷ്ടപ്പെടുന്നതാ. ഇനി ഞാൻ പറയുന്ന സഹോദരങ്ങളെ വ്യക്തമായി കേൾക്കണേ. ഹിശാം ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ധർമ്മിഷ്ഠനും സമ്പന്നനുമായ മനുഷ്യന് പരിശുദ്ധമായ ഹറമിലെത്തുകയാ. തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിശാം ഇബ്നു അബ്ദുൽ മലിക് കടന്നു വരുമ്പോ ആ മസ്ജിദുൽ ഹറമിനകത്ത് ആരാ? സാലിം ഇബ്നു അബ്ദുല്ലാഹ് എന്ന പണ്ഡിതൻ ഇരിക്കുകയാ. സാലിം ഇബ്നു അബ്ദുല്ലാഹ് എന്ന സാത്വികനായ വിശുദ്ധനായ സൂഫിയായ ആ മഹാമനീഷി ഹറമിനകത്തിരിക്കുകയാ. അദ്ദേഹത്തിന്റെ വേഷം കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നിപ്പോകും. കീറി പറഞ്ഞ വസ്ത്രമാണ്, അദ്ദേഹത്തിന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുകയാണ്, പട്ടിണിയാണ്, പരിവട്ടമാണ്. സാലിം ഇബ്നു അബ്ദുല്ലാഹ് എന്ന് പറയുന്ന സാത്വികനായ മനുഷ്യന്റെ അടുക്കല് ഏറ്റവും വലിയ സമ്പന്നനും ധർമ്മിഷ്ഠനുമായ ഹിശാം ഇബ്നു അബ്ദുൽ മലിക് വന്നിട്ട് ചോദിക്കുകയാ, ഏ സഹോദരാ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ചോദിച്ചോ. അറബികൾ വന്നിട്ട് ചോദിക്കും, ഈ നാട്ടില് പള്ളിയല്ല വേണോ? എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ഒരു നാട്ടില് അങ്ങനെയാണല്ലോ, ഫണ്ട് വരുന്നു എന്നറിഞ്ഞാൽ ക്ഷേത്രവും പൊളിച്ചിട്ട് വലുത് വെക്കും, ചർച്ചും പൊളിച്ചിട്ട് വലുത് വെക്കും, എന്ത് പള്ളിയും പൊളിച്ചിട്ട് വലുത് വെക്കും. ഇതല്ലേ ചെയ്യുന്നത്. ഒരു നാട്ടില് എങ്ങനെയൊക്കെയോ പള്ളി ഇങ്ങനെ വെച്ചൊരു പകുതി ആയപ്പോഴ് എവിടെന്നോ ഒരു അറബി അവിടെ വന്നു. അറബി വന്നിട്ട് ആ നാട്ടിൽ വന്നിങ്ങനെ സംസാരിച്ച കൂട്ടത്തില് അറബി പറഞ്ഞു, പള്ളിയൊക്കെ ഞാൻ പൈസ തരാം, നിങ്ങള് പണി തീർത്തോളി, ഇനി വിഷമിക്കണ്ട. അന്ന് നല്ല സമ്പന്നനായിരുന്നു അറബി. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു, എന്തായിരുന്നാലും നമ്മളെ കൊണ്ടൊരു ചെറിയ പള്ളി വെക്കാനേ പറ്റുള്ളായിരുന്നു, ആളിഷ്ടം പോലെ ഉണ്ട്, എന്തായാലും ഇപ്പൊ അറബി തരാന്ന് പറഞ്ഞിക്കല്ലേ. പകുതിയിലേറെ പണിയായി, ഒരു 70% പണിയായി.
ആ പള്ളി 4 സൈഡും പൊളിച്ചിട്ട് അല്പം കൂടെ വിശാലമാക്കി. എന്തായാലും അറബി തരുവാണല്ലോ, അറബി പൈസ തരുവാണല്ലോ. അപ്പൊ വലിയ പള്ളി ആയിക്കോട്ടെ, നല്ല ഉദ്ദേശമാണ്, നല്ല ഉദ്ദേശമാണ്. എവരുടെ വീട്ടിൽ കൊണ്ടുപോകാനല്ല. ഇവര് 4 മതിലും പൊളിച്ച്, അല്ല 4 ചുമരും പൊളിച്ച് വിശാലമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുമ്പോഴേക്കും അറബി ചെന്ന് അവിടെ ഇറങ്ങുമ്പോഴേക്കും അയാൾക്ക് ദാരിദ്ര്യമുണ്ടായി, അയാൾക്ക് സാമ്പത്തിക മാന്ദ്യം വന്നു. അറബി പറഞ്ഞു, നിങ്ങൾ ദ്വാരക്കിനി നടക്കുമെന്ന് തോന്നുന്നില്ല, ഇൻഷാ അല്ലാഹ് എന്നാണോ കഴിയുന്നത് അന്ന് ഞാൻ എന്റെ സഹായം എത്തിച്ചേക്കാമെന്ന് പറഞ്ഞു. അതുവരെ കഷ്ടപ്പെട്ട് ഊറ്റി ജനങ്ങളെ ഊറ്റിയെടുത്ത ചെറിയ ചെറിയ പൈസ കൊണ്ടുണ്ടാക്കിയ പള്ളി പിന്നെ അതുപോലെ ആക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. അതിന്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചു, ഞാൻ പ്രസംഗിക്കാൻ പോയി. അപ്പൊ സങ്കടത്തോടു കൂടി പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. പരിശുദ്ധമായ ഹറമിനകത്തിരിക്കുന്ന സാലിം ഇബ്നു അബ്ദുല്ലാ എന്ന് പറയുന്ന സാത്വികനായ മനുഷ്യന്റെ അടുക്കൽ വന്ന് ഹിശാം ഇബ്നു അബ്ദുൽ മലിക് എന്നവർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആ സമയത്ത് എന്താ സാലിം എന്നവര് പറഞ്ഞതെന്നറിയോ? അമാ തസ്തഹീ, ഓ ഹിശാം ഇബ്നു അബ്ദുൽ മലികേ, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾക്ക് ലജ്ജയില്ലേ? അന്തഖൂല ലീ ഹാദാ ഫീ ബൈത്തില്ലാ, ഞാൻ വേറൊരാളെ വീട്ടിലല്ലേ നിൽക്കുന്നത്. വേറൊരാളെ വീട്ടിൽ നിൽക്കുമ്പോ ഈ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ എനിക്ക് തരാമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? ആരുടെ വീടാ ഞാൻ നിൽക്കുന്നത്? ഫീ ബൈത്തില്ലാ, അല്ലാഹുവിന്റെ ഭവനത്തിലല്ലേ ഞാൻ നിൽക്കുന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് റബ്ബ് തരാൻ കഴിവുള്ളവനാണല്ലോ. അവന്റെ വീട്ടിൽ നിൽക്കുമ്പോ ആരെങ്കിലും കൊണ്ടുവരുന്നത് വാങ്ങാൻ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് നാണമുണ്ടോ? നമ്മളിപ്പോ ഒരാളുടെ വീട്ടിൽ നിൽക്കുകയാണ്, തൊട്ടപ്പുറത്തെ വീട്ടുകാര് ഭക്ഷണം കൊണ്ട് തരികയാണ്. ഈ വീട്ടുകാർക്ക് എന്ത് വിഷമമാകും, ഈ വീട്ടുകാർക്ക് എന്ത് സങ്കടമാകും? നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോ നമ്മൾ ഭക്ഷണം തരുന്നതിന് പകരം അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്നതവരെ കൊച്ചാക്കലല്ലേ? അതുകൊണ്ട് ഹിശാമേ, അമാ തസ്തഹീ, നിങ്ങൾക്ക് നാണമില്ലേ? ലജ്ജയുണ്ടോ? ധർമ്മിഷ്ഠനാണ്, സമ്പന്നനാണ്, ഒരക്ഷരം മിണ്ടിയില്ല. കാരണം മനുഷ്യന് സാത്വികനാണല്ലോ സാലിമ്, വലിയ മനുഷ്യനാണല്ലോ, വലിയ ആരിഫാണല്ലോ. അതുകൊണ്ട് ധർമ്മിഷ്ഠനൊന്നും മിണ്ടിയില്ല. അയാള് മസ്ജിദുൽ ഹറമിന്റെ പുറത്തിറങ്ങി നിന്നു. കുറെ കഴിഞ്ഞപ്പോ സാലിം ഇബ്നു അബ്ദുല്ലാ എന്നവര് മസ്ജിദുൽ ഹറമിൽ നിന്ന് പുറത്തു വരികയാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന്, പടച്ചോന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഹിശാം ഇബ്നു അബ്ദുൽ മലിക് വന്നിട്ട് ചോദിക്കുകയാണ്, ഏ സഹോദരാ, ഇപ്പൊ നിങ്ങൾ അല്ലാഹുവിന്റെ വീട്ടിലല്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും വേണോ? നേരത്തെ നിങ്ങൾ അല്ലാഹുവിന്റെ വീട്ടിൽ നിന്നപ്പോ ഞാൻ ചോദിച്ചത് ശരിയായില്ല. ഇപ്പൊ നിങ്ങൾ അല്ലാഹുവിന്റെ വീട്ടിലല്ല, അതുകൊണ്ട് ചോദിക്കാണ്. എനിക്ക് ചോദിക്കാൻ അവസരമുണ്ടല്ലോ, അവകാശമുണ്ടല്ലോ. ആരും അതിൽ ചോദ്യം ചെയ്യില്ല. കാരണം നിങ്ങൾ ആരുടെയും വീട്ടിലല്ല നിൽക്കുന്നത്. നിങ്ങൾക്ക് വല്ലതും ആവശ്യമുണ്ടോ? സാലിം ഇബ്നു അബ്ദുല്ലാ എന്നവർ പറഞ്ഞു, ഏത് കാര്യമാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ദുനിയാവിന്റെ കാര്യമാണോ? ആഖിറത്തിന്റെ കാര്യമാണോ? ആ സമയത്താണ് സാലിം ഇബ്നു അബ്ദുള്ളയോട് ഹിശാം പറയുകയാണ്, എനിക്ക് ആഖിറം തരാൻ പറ്റൂലല്ലോ, എനിക്ക് ആഖിറം തരാൻ കഴിയില്ലല്ലോ, എനിക്ക് പരലോകം നിങ്ങൾക്ക് തരാൻ പറ്റൂലല്ലോ, പറ്റുന്നത് ദുനിയാവ് തരാനാ. അതുകൊണ്ട് ദുനിയാവ് നിങ്ങൾ ചോദിച്ചോ, ഞാൻ തരാ. ആ സമയത്ത് മഹാനായ സാലിം ഇബ്നു അബ്ദുള്ള പറഞ്ഞ വാക്കെന്തെന്നറിയോ? എന്റെ ഹിശാമേ, ഈ ദുനിയാവിനെ സൃഷ്ടിച്ച അല്ലാഹ്, ഈ ദുനിയാവിനെ സംരക്ഷിക്കുന്ന അല്ലാഹ്, അവനോട് പോലും ഈ ദുനിയാവ് ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെയാണോ ഒരു മഖ്ലൂഖായ ഫഖീറായ നിങ്ങളോട് ഞാൻ ചോദിക്കുക? മാ സഅൽതു ദുനിയാ അല്ലദീ യംലികുഹാ, ഈ ദുനിയാവിന്റെ മാലിക്കായ പടച്ചോനോട് ഞാൻ ചോദിച്ചിട്ടില്ല. ഫകൈഫ അസ്അലുഹാ മിൻക അംദൽ ഫഖീർ, ആവശ്യക്കാരനും ദരിദ്രനുമായ അങ്ങയോട് എങ്ങനെയാണ് പിന്നെ ഞാൻ ചോദിക്കുക? ഹിശാമേ, ഈ ചോദിക്കപ്പെട്ടത് വലിയ ധനാഢ്യനാണ്.
പക്ഷേ മഹാനായ സാലിം തങ്ങൾ പറയുന്നു, ആഖിറം തരാൻ പറ്റുമെങ്കിൽ എനിക്ക് ചോദിക്കാനുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റൂലല്ലോ. പിന്നെ നിങ്ങൾ പറയുന്ന ദുനിയാവ് ചോദിക്കാൻ, ഈ ദുനിയാവ് ഉണ്ടാക്കിയ അല്ലാഹുവേ ഞാൻ ചോദിച്ചിട്ടില്ല, പിന്നെയാണോ ഒരു മഖ്ലൂഖായ ഫക്കീറായ നിങ്ങളുടെ ചോദിക്കാൻ? എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങളെ ഒന്നും വേണ്ട. ആ ഒരു മനസ്സാണ് ഗിനൻ നഫ്സ്. അങ്ങനെ നമ്മുടെ ചിന്ത വന്നാൽ അഷ്റഫുൽ ഖൽഖ് പറയുന്നു, യുഹിബ്ബുകന്നാസ്, ജനങ്ങൾ കൈവെള്ളയിൽ കൊണ്ട് നടക്കും. നമ്മൾ പറയുന്നത് എന്താ? യവനൊന്നും കൈവെള്ള കൊണ്ട് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. ജനങ്ങള് സർട്ടിഫൈ ചെയ്യാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്താ വിചാരിച്ചേ? ചില ആളുകൾ പറയും, എനിക്ക് അല്ലാഹ് ഉണ്ടോ, അല്ലാഹ് മതിയടാ, ജനങ്ങൾ എന്തോ പറയട്ടെ. ശരിയാണ്, പറയുന്നത് ഹക്കും, യാത്ര ചെയ്യുന്നത് നേരായ മാർഗത്തിലുമാണെങ്കിൽ ഏവനോ എന്തോ പറഞ്ഞോട്ടെ, അതൊക്കെ ശരിയാ. പക്ഷേ ജനങ്ങളുടെ സർട്ടിഫൈ ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഒരാളും വിചാരിക്കണ്ട. കാരണം അത് ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കാൻ, ഞാൻ നല്ലവനാണോ നബിയെ, അതെ മോശപ്പെട്ടവനാണോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇത് ഞാനല്ലല്ലോ മോനെ പറയേണ്ടത്, നീ ചെന്നിട്ട് നിന്റെ അയൽവാസിയോട് ചോദിക്ക്, നീ നല്ലവനാണോ, നീ മോശപ്പെട്ടവനാണോ? നീ നല്ലവനാണെന്ന് നിന്റെ അയൽവാസി പറഞ്ഞ നീ നല്ലവനാ, നീ മോശപ്പെട്ടവനാണെന്ന് അയൽവാസി പറഞ്ഞ നീ മോശപ്പെട്ടവനാണ്. അപ്പൊ ജനങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ. അവരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അപ്പൊ ജനങ്ങളുടെ ഇഷ്ടം വേണ്ടേ? ജനങ്ങൾ നമ്മൾ അംഗീകരിക്കണ്ടേ? ആ ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ജനങ്ങളുടെ കയ്യിരിക്കുന്ന ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് തരാനും മാലിക്കായ അല്ലാഹ് ഉണ്ട് എന്ന ഒരു നല്ല ചിന്ത എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് ഉണ്ടായാൽ തീർച്ച നമ്മൾ രക്ഷപ്പെടും. ജനങ്ങൾ നമ്മളെ വാരി പുണരും. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.